1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയെ ചതിച്ചത് അമേരിക്കയാണ്. അതേസമയം അമേരിക്ക പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കയ്യിൽ കൊടുത്ത തോക്കിനോട് നെഞ്ചും വിരിച്ച് പോരാടിയ ഇന്ത്യക്ക് എല്ലാവിധ സഹായവും നൽകി ഒപ്പം നിന്നത് അന്നത്തെ സോവിയറ്റ് യൂണിയനാണ്. ആ പാരമ്പര്യം മറന്ന്, ചരിത്രം മറന്ന് നിങ്ങളിപ്പോൾ ഇന്ത്യയോട് കാണിക്കുന്ന പകപോക്കലുണ്ടല്ലോ, അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് എന്ന പഴമൊഴിക്ക് സമമാണത്. റഷ്യയോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അത് നടക്കാതായപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് പുടിനെ അങ്ങോട്ട് വരുതിയിലാക്കാമെന്ന് കരുതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയോട് റഷ്യൻ ഓയിൽ വാങ്ങരുതെന്ന് അമേരിക്ക ആജ്ഞാപിച്ചത്. എന്നാൽ അമേരിക്കയെ പോലെയുള്ള ഒരു ചതിയനെയല്ല, റഷ്യയെ പോലെയുള്ള ഒരു സുഹൃത്തിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്. അതിന് ചരിത്രപരമായി ഇന്ത്യക്ക് കാരണങ്ങളുമുണ്ട്. ആ കാരണം മനസ്സിലാക്കാൻ 5 പതിറ്റാണ്ട് പിന്നോട്ട് സഞ്ചരിക്കണം. 1970കളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. അതിനു മുൻപ് 70കളുടെ യുദ്ധകാലഘട്ടത്തെക്കുറിച്ച് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലായിട്ടാണ് 1971 ഇന്ത്യ പാക് യുദ്ധം അടയാളപ്പെടുത്തപ്പെട്ടത്. വെറും 13 ദിവസം മാത്രം നീണ്ടുനിന്ന ഈ യുദ്ധം അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നടന്ന മാനുഷിക പ്രതിസന്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം സാധാരണ ജനങ്ങൾക്കെതിരെ നടത്തിയ വ്യാപകമായ അതിക്രമങ്ങൾക്കെതിരെ അവരുടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഇടപെട്ടു. ഈ ഇടപെടൽ പിന്നീട് ഇന്ത്യ പാക് യുദ്ധമായി മാറുകയും ബംഗ്ലാദേശിന്റെ പിറവിക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ഇന്ത്യയെ നയതന്ത്രപരമായും സൈനികമായും പിന്തുണച്ച് സോവിയറ്റ് യൂണിയന്റെ പങ്ക് അവിസ്മരണീയമാണ്. ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ ശക്തമായ അടിത്തറ ഈ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്. ഇന്നും അത് തുടർന്നു വരികയാണ്. 1971 ഓഗസ്റ്റ് 9 ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ തമ്മിൽ ഒപ്പുവെച്ച സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ നെടുംതൂണായി മാറുകയായിരുന്നു. ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യയെ പിന്തുണയ്ക്കാനുള്ള സോവിയറ്റ് യൂണിയന്റെ തീരുമാനത്തെ ഔദ്യോഗികമാക്കി മാറ്റി. ഉടമ്പടിയിലെ ഒരു പ്രധാന വ്യവസ്ഥ പ്രകാരം ഇരു രാജ്യങ്ങളിൽ ഒന്നിനെതിരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ മറ്റേ രാജ്യം സൈനിക സഹായം നൽകണം എന്നാണ്. ഈ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ ശക്തികൾ ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി ഉയർത്തിയപ്പോൾ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം പകരാൻ റഷ്യ അവിടെ നിലയുറപ്പിച്ചു. ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ശക്തികളെ പിന്തിരിപ്പിക്കാൻ ഈ ഉടമ്പടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം. യുദ്ധസമയത്ത് പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ച അമേരിക്കയും ബ്രിട്ടനും അവരുടെ നാവികപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ച് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചു. അമേരിക്കയുടെ 7ാം കപ്പൽ വ്യൂഹവും ബ്രിട്ടന്റെ യുദ്ധക്കപ്പലുകളും ഇന്ത്യയെ ആക്രമിക്കുമെന്ന ഭീഷണി സൃഷ്ടിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ പസഫിക് ഫ്ലീറ്റിനെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. ആണവായുധ ശേഷിയുള്ള ഡിസ്ട്രോയറുകളും അന്തർവാഹിനികളും അടങ്ങിയ ഈ നാവികപ്പട അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെ തുരത്തിവിട്ടുകൊണ്ട് ഇന്ത്യയുടെ നാവിക നീക്കങ്ങൾ സുരക്ഷിതമാക്കി. യുദ്ധവിജയത്തിന് വഴിയൊരുക്കിയ ഈ നടപടി ചരിത്രത്തിൽ സുപ്രധാനമായി ഇന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരെ വെടിനിർത്തൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ച അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാന്റെ സൈനിക നടപടികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ വീറ്റോ അധികാരം ഈ പ്രമേയങ്ങളെ തടഞ്ഞു. ഇന്ത്യക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ സൈനിക വിജയം നേടാൻ ആവശ്യമായ സമയം ലഭിക്കുന്നത് ഇങ്ങനെയാണ്. ചൈനയുടെ സൈനിക ഇടപെടൽ ഭീഷണിയും സോവിയറ്റ് യൂണിയന്റെ ഹിമാലയൻ അതിർത്തിയിലെ സൈനിക വിന്യാസം വഴി തടസ്സപ്പെടുത്തി. ചൈനയെ സമ്മർദ്ദത്തിലാക്കിയ ഈ നീക്കം ഇന്ത്യയെ 2 മുന്നണികളിൽ ഒരേ സമയം പോരാടേണ്ട സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പരാജയം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കി. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസിനും 10,000-കണക്കിന് സൈനികരും ഇന്ത്യൻ സൈന്യത്തിനും ബംഗ്ലാദേശ് മുക്തി ബാഹിനിക്ക് മുന്നിൽ കീഴടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ വലിയ സൈനിക കീഴടങ്ങലായിട്ട് ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ഈ വിജയം ഇന്ത്യ ഒരു പ്രധാന സൈനിക ശക്തിയായി ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തി. ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഡിസംബർ 16 ഇന്ത്യ വിജയ് ദിവസ് ആഘോഷിക്കാറുണ്ട്. ഇന്ത്യ റഷ്യ സൗഹൃദം ഈ യുദ്ധകാലത്ത് മാത്രമല്ല, ഇന്നും ശക്തമായി തുടരുന്നുണ്ട്. 1971 അമേരിക്കയും ചൈനയും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി പിന്തുണച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് ഉറച്ച പിന്തുണയാണ് നൽകിയത്. 1971 ഓഗസ്റ്റ് 5 ഒരു പത്രവാർത്ത അമേരിക്കൻ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയതിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവച്ചിരുന്നു. ഈ വാർത്ത അമേരിക്കയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിനെ വെളിവാക്കുന്നതാണ്. ഇന്നും അമേരിക്കയുടെ പാകിസ്ഥാൻ അനുകൂല നയം തുടരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേര് പറഞ്ഞ് ഇന്ത്യക്ക് മേൽ താരിഫ് ഭീഷണി ഉയർത്തിയപ്പോൾ പാകിസ്ഥാനുള്ള താരിഫ് 29% നിന്ന് 19% കുറച്ചു. ഈ നടപടി അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടിന്റെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.
1971 ഇന്ത്യ പാക് യുദ്ധം മുതൽ ഇന്ത്യ റഷ്യ ബന്ധം ഒരു ശക്തമായ തന്ത്രപരമായ സഖ്യമായി നിലനിന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ റഷ്യയുമായുള്ള ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? ഒരിക്കലും ഇന്ത്യയെ കൈവിടാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ച പിന്തുണ നൽകിയ റഷ്യയെ സമകാലിക ലോകത്ത്, പ്രത്യേകിച്ച് അമേരിക്കയുടെ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴവും പ്രാധാന്യവും വ്യക്തമാക്കുന്നതാണ്. റഷ്യ ഇന്ത്യ ബന്ധത്തിന്റെ സമകാലിക ശക്തിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ റഷ്യ സൗഹൃദം തകർക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണ നയവും വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ സമകാലിക ശക്തി പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ആഴമേറിയ സഹകരണത്തിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാണ്. S-400 വ്യോമ പ്രതിരോധ സംവിധാനം, സുഖോയ് യുദ്ധവിമാനങ്ങൾ, T-90 ടാങ്കുകൾ തുടങ്ങിയവയിലൂടെ ഇന്ത്യയുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ റഷ്യ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. 2024-25 ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം $68.7 ബില്യൺ ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 6 ഇരട്ടി വളർച്ചയാണ് കാണിക്കുന്നത്. റഷ്യൻ എണ്ണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ 43.2% വിഹിതം നിറവേറ്റുന്നു. ഇത് 2022 റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് മുമ്പുള്ള 0.2% നിന്നുള്ള വൻ കുതിച്ചുചാട്ടമാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഈ എണ്ണ ഇറക്കുമതി നിർണായകവുമാണ്. ഇന്ത്യയും റഷ്യയും ബ്രിക്സ്, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ ഒന്നിച്ചു പ്രവർത്തിക്കുന്നവരാണ്. ഈ സഹകരണം ആഗോള ദക്ഷിണ രാജ്യങ്ങളെ ഒരുമിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ നേതൃപരമായ പങ്കിനെ ശക്തിപ്പെടുത്തുന്നു. ബഹിരാകാശ സാങ്കേതിക വിദ്യ, ആർട്ടിക് പരിവേഷണം, ന്യൂക്ലിയർ എനർജി തുടങ്ങിയ മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കൂടൻകുളം ആണവ നിലയം പോലുള്ള പദ്ധതികൾ ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഈ ആഴമേറിയ ബന്ധം റഷ്യയെ ഒരു സമയം പരീക്ഷിച്ച പങ്കാളിയായി ഇന്ത്യ കാണുന്നതിന്റെ തെളിവാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഈ സൗഹൃദത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഉയർന്ന തീരുവകളും വ്യാപാര തടസ്സങ്ങളും റഷ്യയുമായുള്ള സൈനിക ഊർജ്ജ ബന്ധങ്ങളും ട്രംപിന്റെ പ്രധാന ആക്ഷേപങ്ങളാണ്. ഇന്ത്യയും റഷ്യയും അവരുടെ മരിച്ച സമ്പദ് വ്യവസ്ഥകളെ ഒരുമിച്ച് തകർക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവയുള്ള രാജ്യമെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ യുദ്ധതന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ എണ്ണ വാങ്ങലുകൾക്ക് ഈ യുദ്ധത്തെ ധനസഹായം നൽകുന്നതായും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ബ്രിക്സ് സംഘടനയിലെ ഇന്ത്യയുടെ പങ്കാളിത്തവും ട്രംപിന് അസ്വീകാര്യമാണ്. ഇത് അമേരിക്കൻ വിരുദ്ധ സഖ്യമായിട്ടാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ട്രംപിന്റെ ഈ നിലപാടുകൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ 90കൾക്ക് ശേഷമുള്ള ഏറ്റവും ദുർബലമായ ഘട്ടത്തിലേക്ക് നയിച്ചതായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 2024-25 ഇന്ത്യ അമേരിക്കൻ വ്യാപാരം $131.8 ബില്യൺ എത്തിക്കഴിഞ്ഞു. ഇന്ത്യക്ക് $41 ബില്യൺ വ്യാപാരം വെച്ചും ഉണ്ടായിരുന്നു. എന്നിട്ടും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയായി കാണുന്നതിന് പകരം റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ശിക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പിരിമുറുക്കങ്ങൾക്കിടയിൽ പാകിസ്ഥാന് 19% തീരുവ മാത്രം ഏർപ്പെടുത്തി എണ്ണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത ട്രംപ് പാകിസ്ഥാനോട് അനുകൂല നിലപാട് സ്വീകരിച്ചത് ഇന്ത്യയിൽ വലിയ ആശങ്കയും ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം എന്ന നയം ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിനും വഴങ്ങാതെ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ഐക്യരാഷ്ട്ര നിരോധനങ്ങൾ ലംഘിക്കുന്നില്ല. മാത്രവുമല്ല G7 വില നിയന്ത്രണ പദ്ധതിക്ക് അനുസൃതവുമാണ്. റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് ഉപേക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ചെലവ് വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിനും കറണ്ട് അക്കൗണ്ട് കമ്മിയിലേക്കും നയിക്കുകയും ചെയ്യും. ഇന്ത്യ 27 നിന്ന് 40ലധികം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഡി റിസ്കിംഗ് തന്ത്രം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് അപ്രായോഗികമാണ്. ഇന്ത്യ റഷ്യ ബന്ധം ഒരു തന്ത്രപരമായ ആവശ്യകത മാത്രമല്ല, ചരിത്രപരമായ വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. റഷ്യ ഇന്ത്യയുടെ സ്വയംഭരണത്തെ എല്ലായ്പ്പോഴും ബഹുമാനിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളെ എതിർക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് വേണ്ട എന്ന മനോഭാവം ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ട്രംപിന്റെ വിരട്ടലുകൾക്കൊന്നും ഫലം കാണാൻ പോകുന്നില്ല. അമേരിക്കയെ പേടിച്ച് ഇന്ത്യ ഒരിക്കലും റഷ്യയുടെ കൈവിടാൻ പോകുന്നില്ല. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതൊക്കെ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.